ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി കൂൺ തോരനാണ്. ഇതിനായി വേണ്ട സാധനങ്ങൾ: കൂൺ 200 ഗ്രാം, തേങ്ങ 1 കപ്പ്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, സവാള 1 കടുക് 1/2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, വറ്റൽമുളക് 2, ഉപ്പ് 1/4 ടീസ്പൂൺ, ഇഞ്ചി 1 സ്മോൾ പീസ്, വെളുത്തുള്ളി 3, ഗരം മസാല 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ. പാൻ ചൂടായതിനു ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യമുള്ള കറിവേപ്പിലയും ഇഞ്ചി ചതച്ചത്, വറ്റൽമുളക് 2 കൂടി ചേർത്ത് ഇളക്കിയെടുക്കുക. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് റെഡിയായി വരുമ്പോഴേക്കും തോരനുള്ള തേങ്ങാപ്പീര നമുക്ക് റെഡിയാക്കിയെടുക്കാം. 1 കപ്പ് തേങ്ങയിലേക്ക് ചതച്ചു വെച്ച 3 വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഞെവിടിയെടുത്താൽ മതിയായിരിക്കും. കൂണായതുകൊണ്ട് ഒരുപാട് നേരം വേവേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 5 മിനിറ്റോളം വെന്താൽ മതിയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പീര ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം തിളച്ച് ആവിയിലൊരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താൽ തോരൻ കുറച്ചും കൂടി സ്മൂത്തായി വെന്ത് കിട്ടും. അവസാനമായി 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ കൂൺ തോരൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.